ആ വാള് പുറത്തു നിന്നുള്ളവരാരും മോഷ്ടിച്ചിട്ടില്ല. അത് മോഷ്ടിച്ചവർ ഇതിനകത്തുള്ളവർ തന്നെ. ചെമ്പകമംഗലത്തുള്ളവര് തന്നെയാണ് വാള് മോഷ്ടിച്ചതെന്ന് മോളോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും ഒക്കെ പറയുന്നതല്ല, പോലീസ് കണ്ടെത്തുന്നത്. വിത്ത് സഫീഷ്യന്റ് പ്രൂഫ്, മതിയായ തെളിവുകളോടെ ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തി കോടതിയാണ് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലും കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും പോലീസ് പിടികൂടുന്ന ആൾക്ക് തന്റെ വാദം സമർപ്പിക്കാനും കുറ്റക്കാരനല്ലെങ്കിൽ മോചിതനാകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനിവിടെ ആര് കുറ്റം പറഞ്ഞത് മേഡം പറഞ്ഞു വരുന്നത്? അതൊന്നും അറിയണമല്ലോ. സാറിന്റെ ധാർമ്മിക രോക്ഷം സ്വാഭാവികം. ഇതൊക്കെ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കണം. മോളെ, ആ മൈഥിലിയാണ് ഇവിടുത്തെ വാളെടുത്തത്. അതിന് യാതൊരു സംശയവുമില്ല. നന്ദിനി അല്ലേ? അതെ, പേര് കേട്ടിട്ടുണ്ട്. നന്ദിനി എന്ന പേര് നാട്ടിൽ അനേകായിരം പേർക്കുണ്ട്. നിങ്ങളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. കേൾക്കാൻ മാത്രം ഞാനത്ര പ്രശസ്തയൊന്നുമല്ല. ഓ, പച്ചിലയും കത്രികയും പോലെയാണല്ലോ. പറയുന്നത് അപ്പൊ തന്നെ വെട്ടും കത്രികയ്ക്ക്. ഇവരെന്നെ മോളേന്ന് വിളിച്ചപ്പോ ഞാനത് കേട്ടു നിന്നു. അതിവർക്ക് ഇത്രയും പ്രായമുള്ളതുകൊണ്ടാ. ചെമ്പകമംഗലത്തിന്റെ ആഠ്യതമോ പ്രതാപമോ കണ്ടിട്ടല്ല. സസ്പെൻഷനിലായ ACPക്ക് നിങ്ങൾ മോനോ മോളോ ഒക്കെ ആവാം. അത് സ്വന്തം മോനും മരുമകളും ആണെങ്കിൽ മാത്രം. ഇവര് കറങ്ങി തിരിഞ്ഞ് എന്റെ കഴുത്തിലോട്ട് വരുമോ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനാ വന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ ആരും തടസ്സപ്പെടുത്തിയില്ലല്ലോ മാഡം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി തുടർന്നോളൂ. പിന്നെ മൈഥിലി വാളും കൊണ്ടുപോയത് ഇവിടെ ആരെങ്കിലും കണ്ടോ? കണ്ടു. ആര്? മീനാക്ഷി. അവിടെ നിക്ക്. മീനാക്ഷി, ആ കഥാപാത്രത്തിന്റെ പേര് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു.